ഏവർക്കും +2 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും വളരെ ഭംഗിയായി എഴുതി പൂർത്തീകരിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിച്ചതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്നത്തെ മോഡൽ എക്സാമിനേഷന് ചോദിച്ചത്. പലതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പെക്റ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ്, അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് സ്വാഭാവികം. തീർച്ചയായും 70+ മാർക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഈസിയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് മോഡൽ എക്സാമിനേഷന് ചോദിച്ചത്. ഓൾറെഡി നമ്മൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പറഞ്ഞിരുന്നു. ആ സെയിം വെയിറ്റേജ് തന്നെയാണ് ഇന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ വീഡിയോയിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ക്വിക്ക് റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത്. തീർച്ചയായും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ ഓടിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നാലെ നമ്മൾ നൽകുന്നതാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷവും ചോദിച്ചത്. A equal to set 1, 2, 3, 4 and R is a relation defined on A as R equal to relation roster form തന്നിട്ടുണ്ട്. Write the domain and range. Domain എന്ന് പറഞ്ഞാൽ x coordinate ആദ്യം ഇരിക്കുന്ന എലമെന്റ്സിന്റെ സെറ്റ്, that is 1, 2, 3, 4. റേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാമതിരിക്കുന്ന എലമെന്റിന്റെ സെറ്റ്, that is 2, 1, 4, 3. അതും 1, 2, 3, 4. ഈസ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഈ റിലേഷൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3. അപ്പൊ റിഫ്ലക്സീവ് ആണ്. എന്നാൽ 1, 2 ഉണ്ട്, തിരിച്ച് 2, 1 ഇതിനകത്തില്ല. അതുകൊണ്ട് ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക്. അതുകൊണ്ട് ഇതെന്തല്ല, ഇക്വാലൻസ് റിലേഷൻ അല്ല. ആൻസർ നോ എന്നാണ്. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ സിൻസ് ആർ ഈസ് നോട്ട് സിമെട്രിക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 കാൽക്കുലേറ്റർ കൊടുത്താൽ മതി, 45 ഡിഗ്രി എന്ന് കിട്ടും. ദാറ്റ് ഈസ് π/4. പ്രൂവ് ദാറ്റ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് ചോദിക്കും. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികൾ പ്രൂവ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഇഫ് എ മെട്രിക്സ് ഹാസ് 7 elements then what is the possible order of that matrix in the following? അല്ലെ, നമുക്കറിയാം 7/1 അല്ലെ, ഇവയുടെ പ്രോഡക്റ്റ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പൊ ഈ ചോയ്സിൽ ലാസ്റ്റ് വൺ ഈസ് ദ കറക്റ്റ് വൺ. അടുത്തതും നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസ്ട്രക്ട് എ 2/2 മെട്രിക്സ് whose elements are given by I plus j the whole square by 2. ക്യാപിറ്റൽ A equal to ആൻസർ എന്ത് കിട്ടും? 2, 9/2, 9/2, 8. ഇതൊക്കെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. Question number 4. Find d by dx of 2 raised to x. A raised to x ന്റെ ഡെറിവേറ്റീവ് a raised to x into log a. അപ്പൊ 2 raised to x എന്തായിരിക്കും? 2 raised to x into log 2. നെക്സ്റ്റ്, ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഫൈൻഡ് dy by dx അല്ലെ, sin x plus cos y equal to xy. ഡിഫറൻഷിയേറ്റിംഗ് ഈച്ച് ടേം വിത്ത് റെസ്പെക്ട് x. sin x ന്റെ ഡെറിവേറ്റീവ് cos x cos y ആകുമ്പോൾ മൈനസ് sin y into dy by dx ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x into dy by dx പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ y അതുപോലെ x ന്റെ ഡെറിവേറ്റീവ് 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ dy by dx ഈക്വൽ ടു cos x മൈനസ് y ബൈ x പ്ലസ് sin y എന്ന് കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം വാല്യൂ. ഇതൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാമെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാക്സിമം ആൻഡ് മിനിമയിൽ അബ്സല്യൂട്ട് മാക്സിമം ചോദിക്കാം. ഓക്കെ, f of x തന്നിട്ടുണ്ട് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 1,5. ആദ്യം f' കാണുക. 4x - 8 അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x = 2 കിട്ടും. ആ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. 1ൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. ഈ 5ൽ ഫംഗ്ഷന്റെ വാല്യൂ കാണുക. കിട്ടുന്നതിൽ മാക്സിമം വാല്യൂ ആണ് അബ്സല്യൂട്ട് മാക്സിമം, ദാറ്റ് ഈസ് 15. കിട്ടുന്നതിൽ മിനിമം വാല്യൂ ആണ് അബ്സല്യൂട്ട് മിനിമം, ദാറ്റ് ഈസ് -3. ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ, എല്ലാ ആൾക്കാരും പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻസർ π/4. അടുത്ത a തന്നിട്ടുണ്ട്, b തന്നിട്ടുണ്ട്. ഫൈൻഡ് a plus b. സിമ്പിൾ, കൂട്ടുക. ഫൈൻഡ് പ്രൊജക്ഷൻ ഓഫ് a on b. a dot b by magnitude of b. ആൻസർ 10/√6. ഇതിലും സിമ്പിളായ ക്വസ്റ്റ്യൻ, സ്വപ്നങ്ങളിൽ മാത്രം. നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുപോലെ ചോദിച്ചു. എ ഫെയർ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. a and b are 2 events. a എന്ന് പറയുന്നത് 4 appeared at least once. b എന്ന് പറയുന്നത് sum is 5. Find the probability of a, probability of b, probability of a given b. A die
ത്രോൺ 2 ടൈംസ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ 36 എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം ആ 36 എലമെന്റിൽ 4 മിനിമം ഒരു പ്രാവശ്യമെങ്കിലും വരുന്ന പോസിബിലിറ്റീസ്. അപ്പോൾ 1 4 2 4 3 4 4 1 4 2 4 3 4 4 4 5 4 6 5 4 6 4 അങ്ങനെ 11 പോസിബിലിറ്റീസ് വരും. ഇനി ഈ രണ്ട് നമ്പറിന്റെ സം 5 ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? 1 4 2 3 3 2 4 1. പ്രോബബിലിറ്റി ഓഫ് എ n of a by n of s. ഇതിൽ ടോട്ടൽ എലമെന്റ് 11, സാമ്പിൾ സ്പേസിൽ 36. സോ ആൻസർ 11/36. പ്രോബബിലിറ്റി ഓഫ് ബി എന്താണ്? n of b 4/36, that is 1/9. പ്രോബബിലിറ്റി ഓഫ് a given b കാണുന്ന ഫോർമുല പ്രോബബിലിറ്റി ഓഫ് a ഇന്റർസെക്ഷൻ b ബൈ പ്രോബബിലിറ്റി ഓഫ് b. അങ്ങനെയുമുണ്ട് n of a ഇന്റർസെക്ഷൻ b ബൈ n of b. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ a ഇന്റർസെക്ഷൻ b രണ്ടിലും കോമൺ ആയിട്ട് 2 എലമെന്റേ ഉള്ളൂ, 2 ബൈ n of b എന്താണ്? 4. ആൻസർ എന്ത് കിട്ടും? 1/2. നിങ്ങൾക്ക് നാളെ എക്സാമിനേഷൻ ഉള്ളത് കൊണ്ടാണ് വളരെ ക്വിക്കായിട്ട് ഞാൻ ആൻസേഴ്സ് പറഞ്ഞു പോകുന്നത്. സോ തീർച്ചയായിട്ടും 8 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആൻസർ എനി 6 ആണ്. സോ ഒരു ക്വസ്റ്റ്യൻ ചെറിയ അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബാക്കിയുള്ള 6 ക്വസ്റ്റ്യൻ എഴുതുക. യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. നെക്സ്റ്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. Show that the function f from real number to real number given by f of x equal to x cube is injective. Injective means എന്താണ്? 1 1. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതേപോലെ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ക്യൂബിന്റെ ഗ്രാഫ് അറിയാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ഇങ്ങനെ മനസ്സിൽ കണ്ടാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. therefore the function is 1 1 അല്ലെങ്കിൽ ഇൻജെക്റ്റീവ് എന്ന് എഴുതാം. അല്ലെങ്കിൽ f of x equal to f of y implies x cube equal to y cube. സിംപ്ലിഫൈ ചെയ്ത് x is equal to y എന്ന് പ്രൂവ് ചെയ്താലും ഫംഗ്ഷൻ ഇൻജെക്റ്റീവ് എന്ന് കിട്ടും. അടുത്തതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ, ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനത്തെ 1-2 ക്വസ്റ്റ്യൻസ് വേണം, അത് സ്വാഭാവികം. ലെറ്റ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് ആൻഡ് എഫ് ഫ്രം എ ടു ബി എന്നല്ല, എ ക്രോസ് ബി ടു ബി ക്രോസ് എ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു ബി കോമ എ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് 1 2. നമ്മൾ എഫ് ഓഫ് എക്സ് തരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ എന്ന് അസ്യൂം ചെയ്യും, 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇവിടെ ലെറ്റ് എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു എഫ് ഓഫ് സി കോമ ഡി എന്ന് അസ്യൂം ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് എ കോമ ബി ഈക്വൽ ടു സി കോമ ഡി എന്ന് എത്തിക്കുക. അപ്പോൾ ഫംഗ്ഷൻ എന്ത് കിട്ടും? 1 1 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ആ എലമെന്റ്സ് എല്ലാം തിരിച്ചല്ലേ കിട്ടുന്നത്. അപ്പോൾ ബി ക്രോസ് എയിൽ എലമെന്റ് ആയിരിക്കും, അതായത് കോഡൊമൈനും റേഞ്ചും ഈക്വൽ. therefore എന്താണ്? ദ ഫംഗ്ഷൻ ഈസ് 1 2. ചില കുട്ടികളെങ്കിലും അത് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് കരുതുന്നുണ്ട്, അത് പ്രശ്നമില്ല, അത് സ്കിപ്പ് ചെയ്തോളൂ. അടുത്തത് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. എല്ലാവരും എഴുതി കാണും. നെക്സ്റ്റ് ലോഗ് എക്സ്, അതെന്താണ്? ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സർക്കിൾ അല്ലെ, ലേക്കിൽ കല്ലെറിയുന്ന കഥയൊക്കെയാണ്. ഇത്തവണ കഥ ഒന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. ഫൈൻഡ് റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 3.2 സെന്റിമീറ്റർ അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയയിൽ ഉണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, dA/dt ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അടുത്തതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, യൂസിംഗ് ഇന്റഗ്രേഷൻ ഫൈൻഡ് ഏരിയ ഓഫ് ദ എലിപ്സ് x²/25 പ്ലസ് y²/16 ഈക്വൽ ടു 1 അല്ലെ. നിങ്ങൾക്കറിയാം ആൻസർ എത്രയാണ്? 20π. ചെയ്തു നോക്കിയുമ്പോൾ കിട്ടും. അടുത്ത അതിൽ നിന്ന് സർക്കിളിന്റെ ഏരിയ ഡെഡ്യൂസ് ചെയ്യുക അല്ലെ. സിമ്പിൾ ആണ്. സർക്കിളിന്റെ ഏരിയ πr² അല്ലെ. അപ്പൊ 25π എന്ന് കിട്ടും. അടുത്തതാണ് മറ്റൊരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ, പക്ഷേ ഇതും നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ആണ്. അത് ചോദിച്ചിട്ടുണ്ട്. എയും ബിയും യൂണിറ്റ് വെക്ടേഴ്സ് എങ്കിൽ ഫൈൻഡ് വാല്യൂ ഓഫ് തീറ്റ ഇഫ് എ പ്ലസ് ബി ഈസ് എ യൂണിറ്റ് വെക്ടർ. എ പ്ലസ് ബി യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 1 ആണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി 1. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറും 1. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഡോട്ട് എ. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി എന്ന് എഴുതാം, ഈക്വൽ ടു 1. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ഡോട്ട് എ, അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ. അടുത്ത് എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി, അത് 2 എ ഡോട്ട് ബി എന്ന് വരും. ബി ഡോട്ട് ബി എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ. എയും ബിയും യൂണിറ്റ് വെക്ടർ, അപ്പൊ ഇത് 1 ഇതും 1, മാഗ്നിറ്റ്യൂഡ് 1 അല്ലേ. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ 2, അപ്പുറത്ത് പോകുമ്പോൾ 1 - 2 -1/2 എന്ന് കിട്ടും എ ഡോട്ട് ബിയുടെ വാല്യൂ. നമുക്ക് കണ്ട കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഈക്വൽ ടു എന്താണ് ഫോർമുല? എ ഡോട്ട് ബി ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. മാഗ്നിറ്റ്യൂഡ് 1 ആയി പോയി. അപ്പൊ കോസ് തീറ്റ ഈക്വൽ ടു എ ഡോട്ട് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് -1/2. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 120 ഡിഗ്രി എന്ന് കിട്ടും. റേഡിയൻ മെഷറിൽ 2π/3. 120 എന്ന് എഴുതിയാലും ആൻസറായി, 2π/3 എന്ന് എഴുതിയാലും ആൻസറായി. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ്. നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ആൻസർ 9/√18. ബേസ് തിയറം ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തു, അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു, നോ പ്രോബ്ലം.
നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ, ഹയസ്റ്റ് ഡെറിവേറ്റീവ്, തേർഡ് ഡെറിവേറ്റീവ്, ഓർഡർ 3, അതിന്റെ ഡിഗ്രി പവർ 2, ഡിഗ്രി എന്താണ് 2. അടുത്തത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലാക്കി ഇന്റഗ്രേഷൻ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവനെ താഴോട്ട് കൊണ്ടുവരിക, ഡി എക്സ് മേലോട്ട് കൊണ്ടുപോവുക. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നിന്നും 6 ക്വസ്റ്റ്യൻ കണ്ടെത്തുക, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയാൽ പോലും ബാക്കി ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഏറ്റവും അധികം പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിംഗ് മെട്രിക്സ് മെത്തേഡ്. ക്യാപിറ്റൽ X is equal to A inverse into B അപ്ലൈ ചെയ്യുമ്പോൾ X is equal to 1, Y equal to 2, Z equal to 3 എന്ന് കിട്ടും. ആദ്യം മെട്രിക്സ് ഫോമിൽ എഴുതുക, A ഇൻവേഴ്സ് കാണുക, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, prove that the function x minus mod x is continuous at x equal to 0. ഇതും ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. എഫ് ഓഫ് 0യും 0. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. therefore the function is continuous. അത്രയും എഴുതാം. അല്ലെങ്കിൽ എക്സ് കണ്ടിന്യൂസ്, മോഡുലസ് എക്സും കണ്ടിന്യൂസ്, രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡിഫറൻസും കണ്ടിന്യൂസ്. അങ്ങനെയൊക്കെ പ്രൂവ് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഓക്കെയാണ്. അടുത്ത x is equal to 80 square, y equal to 280. Find dy by dx. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ്? d square y by dx square. dy by dx, dy by dt by dx by dt, ആൻസർ 1/t എന്ന് കിട്ടും. d square y by dx square എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് dy by dx, അതായത് d by dx ഓഫ് 1/t. അപ്പോൾ 1/tയുടെ ഡെറിവേറ്റീവ് മൈനസ് 1/t സ്ക്വയർ ഇൻറ്റു dt by dx കൊടുക്കുക, അല്ലെ? അതായത് dx by dt യുടെ റെസിപ്രോക്കൽ 1/280. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 1/280 ക്യൂബ്. ഇതും പലരും തെറ്റിച്ച് കാണാൻ സാധ്യതയുണ്ട്, പഠിക്കാത്തവർ. ഇത് നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലൊക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് റൈസ് ടു സൈൻ എക്സ് ആസ് എക്സ്പെക്ടഡ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നിങ്ങൾ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്റഗ്രേഷൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അത് പഠിക്കാതെ പോയവർക്ക് വലിയ നഷ്ടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈസ് 4 ഇവിടെ വരുമ്പോൾ 4 + x² by 4. ആ 4 ഇവിടെ പോകും ന്യൂമറേറ്ററിൽ. സോ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യണം. 4 കോൺസ്റ്റന്റ് മാറ്റി വെച്ചു. 1/x² + s². എന്താണ് ഫോർമുല? 1/a tan inverse x by a. 1/a tan inverse x by a. a എന്ന് പറഞ്ഞ 2. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇന്റഗ്രൽ 1/x - 1 into x - 2. പാർഷ്യൽ ഫ്രാക്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. a/x - 1 പ്ലസ് b/x - 2 എന്ന് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇന്റഗ്രൽ 0 to π/2 x into cos x. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റ് റൂൾ, ബൈ പാർട്സ് റൂൾ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക. ആൻസർ π/2 - 1 എന്ന് കിട്ടും. ചെയ്ത് കിട്ടിയവർക്ക് ആൻസർ വെരിഫൈ ചെയ്യാം. π/2 - 1. ഫൈനലി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ലീനിയർ ഫംഗ്ഷൻ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ കണ്ടെത്തുക. ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടി? 120 at 30,0. ഇവിടെയും 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. LPP വളരെ സിമ്പിൾ, ഇന്റഗ്രേഷൻ സിമ്പിൾ. ഈ ഡിഫറൻസിയേഷൻ ആണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്, അത് സ്കിപ്പ് ചെയ്യാം. ഇനി അഥവാ ഡിഫറൻസിയേഷൻ പഠിച്ചു, ഇന്റഗ്രേഷൻ പഠിച്ചില്ല എങ്കിൽ ഇന്റഗ്രേഷൻ സ്കിപ്പ് ചെയ്യാം, ഇത് എഴുതാം, വലിയ പ്രശ്നമില്ല, ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. സ്ഥിരം പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ഫൈനൽ എക്സാമിനേഷനും വരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും ഉടൻ തന്നെ നിങ്ങളുടെ മോഡൽ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോടുകൂടി സൊല്യൂഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാ കുട്ടികൾക്കും അടുത്ത എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ. നെക്സ്റ്റ് ഡേ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.